ഇടിച്ചക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഇടിച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി എടുത്ത ചക്ക കഷ്ണങ്ങൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചക്ക കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത്. ചക്ക വേവിക്കാനായിട്ട് വെച്ച സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പ് തയ്യാറാക്കുന്നതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് സ്വല്പം ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിച്ചക്കയുടെ തോലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ കളഞ്ഞെടുക്കാം എന്നുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അരപ്പിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന ടൈമിൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്കയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരുന്ന ചക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇടിച്ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വളരെ രുചികരമായിട്ടുള്ള ഇടിച്ചക്ക കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. ഇടിച്ചക്ക തോരൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ്.